S4 മാത്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബി പാർട്ടിൽ 12ൽ എ ക്വസ്റ്റ്യൻ നോക്കാവേ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഡിഫൈൻ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ആൻഡ് ഹാമിൽട്ടോണിയൻ പാത്ത്, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ഈച്ച്. ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താ? ഈസ് എ ക്ലോസ്ഡ് വാക്കാണ്. അത് ട്രാവേഴ്സസ് എവറി വെർട്ടീസസ് ഓഫ് എക്സാക്ട്ലി വൺസ്. ഒരു തവണ അത് മീറ്റ് ചെയ്യും എല്ലാ വെർട്ടീസസിനെ എക്സെപ്റ്റ് ദി സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് അറ്റ് വിച്ച് ദ വാക്ക് ടെർമിനേറ്റ്സ്. എന്ന് വെച്ചാൽ എന്താ? ഇതിപ്പോൾ V1 തുടങ്ങി V2 വന്ന് V3 വന്ന് അങ്ങനെ എല്ലാ വെർട്ടെക്സിലും പോയിട്ട് V1 വന്ന് എൻഡ് ചെയ്യും. എല്ലാ വെർട്ടീസസിലും വൺസ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ V1 സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 തവണ വരുന്നുണ്ട്. ഓക്കെ, അതിനാണ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. എല്ലാ വെർട്ടീസസും അറ്റ്ലീസ്റ്റ് വൺ ടൈം എങ്കിലും, അറ്റ്ലീസ്റ്റ് നല്ല എക്സാക്ട്ലി വൺ ടൈം മാത്രമേ മീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഹാമിൽട്ടോണിയൻ പാത്ത് എന്താ? ഈസ് എ പാത്ത് വിച്ച് കണ്ടെയ്നിങ് എവറി വെർട്ടീസസ് ഓഫ് G എക്സാക്ട്ലി വൺസ്. സെയിം സാധനം തന്നെയാണ്. അതിൻ്റെ പോകുന്ന പാത്തിന് പറയുന്ന പേരാണ് ഹാമിൽട്ടോണിയൻ പാത്ത്. ഓക്കെ, ഇവിടെ നമുക്ക് 2 ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഫിഗർ ഹാമിൽട്ടോണിയൻ ആണോ അല്ലേ നോക്കാം. അതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യേണ്ടത്? V1 V2 പോകുന്നുണ്ട്, V3 പോയി, V4 V5 V6 തിരിച്ച് V1 വരുന്നുണ്ട്. എല്ലാത്തിലും എക്സാക്ട്ലി വൺസ് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഹാമിൽട്ടോണിയൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഫിഗർ നോക്കിയേ. V1 നിന്ന് പോയി V1 വരാൻ പറ്റുമോ നോക്കാം. V1 V2 പോയി, V3 പോയി, V4 പോയി, V2 വീണ്ടും വന്നു, V5 പോയി, V1 വന്നു. V2 ട്വൈസ് വിസിറ്റ് ചെയ്യുന്നുണ്ടല്ലേ. V1 നമ്മൾ പറഞ്ഞെന്താ, സ്റ്റാർട്ടിങ്ങിൽ പോയിൻ്റ്, സ്റ്റാർട്ടിങ് വെർട്ടെക്സിൽ തന്നെ 2 തവണ മീറ്റ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ വേറൊരു തരത്തും ഒരു സ്ഥലത്തും എന്താ റെപ്പറ്റീഷൻ വരാൻ പാടില്ല. പക്ഷെ ഇവിടെ V2 വരുന്നുണ്ട്. സോ ഇതെന്താണ്? ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് അല്ല. ഓക്കെ, ഇതെടുത്ത് എഴുതുന്നത് എങ്ങനെയാണ്? V1 അതിൻ്റെ എഡ്ജ് എഴുതുക E1, V2 E2, V3 E3, V4 E4, V5 E5, V6 E5 അല്ല E6. ഓക്കെ, ഇങ്ങനെ എടുത്ത് എഴുതണേ. മറ്റേത് അതേപോലെ എഴുതിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ആൻഡ് എടുത്ത് എഴുതണം, ഇത് ഹാമിൽട്ടോണിയൻ ആണ്, ഇത് ഹാമിൽട്ടോണിയൻ അല്ല, ബിക്കോസ് ഓഫ് V2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 12ലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. Prove that a connected graph is Euler if and only if it can be decomposed into circuits. അത് നമുക്ക് എന്താ ചെയ്യാം? ഒരു ഗ്രാഫ് G കൺസിഡർ ചെയ്യാം. സപ്പോസ് ദാറ്റ് G can be decomposed into circuit since the degree of every vertices in a circuit is 2. നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഓയിലർ ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ വെർട്ടീസുകളുടെ ഡിഗ്രി എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കണം. ഇപ്പോൾ എന്താ, നമ്മളിതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു വെച്ചു. ആദ്യത്തെ ഈ 2 ഗ്രാഫിനെയാണ് നമ്മൾ G ആക്കാൻ പോകുന്നത്. ഫസ്റ്റിൽ നോക്കിയേ, ABCDE. നമുക്ക് ഇതിന് C1 സർക്യൂട്ട് 1 എന്നും സർക്യൂട്ട് 2 എന്നും പറഞ്ഞെടുക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വെർട്ടീസസിൻ്റെയും ഡിഗ്രി 2 ആണ്. എയുടെ നോക്കിയേ, എയിൽ ഒരു എഡ്ജ് ബിയിലോട്ട് പോകുന്നുണ്ട്, ഒരു എഡ്ജ് ഇയിലോട്ട് പോകുന്നുണ്ട്, 2 ആണ്. അതേപോലെ ഇതിലും 2 ആണല്ലേ. അപ്പോൾ ഇതെന്താണ്? സർക്യൂട്ട് ഒരു ഓയിലർ ഗ്രാഫാണ്. ക്ലോസ്ഡും ആണ്, ഓയിലറും ആണ്, ഈവൻ ഡിഗ്രി ആണ്. ഓക്കെ, ദ ഡിഗ്രി ഓഫ് എവറി വെർട്ടീസസ് ഇൻ G ഈസ് ഈവൻ. ഹെൻസ് എന്താണ്? ഓയിലർ ഗ്രാഫ് എന്ന് പറയാൻ പറ്റും. ലെറ്റ് G be a ഓയിലർ ഗ്രാഫ്. കൺസിഡർ എ വെർട്ടെക്സ് V1. നമുക്കിവിടെ ഏതിന്? ഈ എയിന് നമുക്ക് V1 എന്നും പറഞ്ഞെടുക്കാം. ആൻഡ് ദെയർ ആർ അറ്റ്ലീസ്റ്റ് 2 എഡ്ജസ് ഇൻസിഡൻറ്റ് വിത്ത് V1 ഇൻസിഡൻറ്റ് ചെയ്യുന്ന 2 വെർട്ടീസസ് എന്തായാലും വേണം. ഓൾറെഡി ഇവിടെ 2 ഉണ്ട്. അല്ലാതെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് എന്താ കണ്ടീഷൻ എന്താ? നമുക്ക് ഇത് ഈവൻ ആയിരുന്നാൽ മതി, ഒരിക്കലും ഓഡ് ആവാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ 4 വരുന്നില്ലേ, ഇറ്റ്സ് ഈവൻ നമ്പർ റൈറ്റ്, അതുകൊണ്ട് കറക്റ്റാണ്. ഓക്കെ, there are at least 2 edges incident with the V1. Okay, let one of these edge between V1 and V2. But ഇതിപ്പോൾ V1 ആയിട്ട് അസ്യൂം ചെയ്തു, ഇതിനെ V2, ഇതിനെ V3. ഓക്കെ, നമ്മുടെ പറഞ്ഞെന്താ? ലെറ്റ് വൺ ഓഫ് എഡ്ജ് ബി ബിറ്റ്വീൻ V1 ആൻഡ് V2. V1നും V2ൻ്റെ ഇടയിലായിട്ട് ഒരു വെർട്ടീസസ് വേണം. ഇതിൻ്റെ ഈ എ നമുക്ക് ഇവിടെ കൊടുക്കാം. ആൻഡ് എന്താ? സിൻസ് V2 ഈസ് ഓൾസോ ഈവൻ നമ്പർ, ഈവൻ ഡിഗ്രി, V2 എന്ന് പറയുന്ന ഈ ബിയും എന്താ ഈവൻ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നമുക്കെന്താ, ഇറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് അനദർ എഡ്ജ് ബിറ്റ്വീൻ V2 ആൻഡ് V3. V2നും V3നും ഇടയിൽ അനദർ എഡ്ജ് സാധനം വേണം. ഏതാ? നമുക്ക് ഈ സീൻ്റെ സാധനം ഇവിടെ കൊടുക്കാം. ഇതൊരു എഡ്ജ്, ഇതൊരു എഡ്ജ്, അതിന് കണക്ട് ചെയ്തൊരു എഡ്ജ് വേണം. അപ്പോൾ അതെന്താ? ഈ സർക്യൂട്ട് C എന്ന് പറയുന്ന ഒരു പുതിയൊരു സർക്യൂട്ട് ഈ ഒരു ഗ്രാഫിൽ ഫോം ആയിട്ടുണ്ട്. അതിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. നോക്കിയേ, എയുടെ ഡിഗ്രി എത്രയാണ്? 1 2 3 4. ഇതിൻ്റെത് 2, ഇതിൻ്റെത് 4 ആണ്. 1 2 3 4. ഇതിൻ്റെ 2, ഇതിൻ്റെ 2. ഇതെല്ലാം ഇതിപ്പോൾ 2 ഗ്രാഫിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുത്താൽ തന്നെയും അതിൻ്റെ ഡിഗ്രി എന്താ? ഈവൻ അല്ലേ. സോ എന്താ? ലെറ്റ് us റിമൂവ് C ഫ്രം G. നമുക്ക് എന്താ ചെയ്യാം? G എന്ന് പറയുന്ന ഈ ഗ്രാഫിൽ, ഈ ഗ്രാഫിൽ ഇതല്ലേ C. ഈ G എന്ന് പറയുന്ന ഗ്രാഫ് എന്താ?
ഇതിൻ്റെ അകത്ത് ഇതിനെ ആഡ് ചെയ്തതല്ലേ ഈ ജി എന്ന് പറയുന്ന ഗ്രാഫ്. നമുക്ക് എന്താ ചെയ്യാം, ഈ സി എന്ന് പറയുന്ന ഗ്രാഫിനെ റിമൂവ് ചെയ്യാം. ലെറ്റ്സ് റിമൂവ് C1 ഫ്രം ജി. ഇതിന് C1ഉം C2 എന്ന് കൊടുത്തിട്ടുണ്ട്. C1നെ നമ്മൾ റിമൂവ് ചെയ്ത് ഓൾ വെർട്ടീസസ് റിമൈൻ ഈവൻ ഡിഗ്രി ഫ്രം റിമൈനിങ് ദ ഗ്രാഫ് റിമൂവ് അനദർ സർക്യൂട്ട് ഇൻ എക്സാക്ട്ലി സെയിം വേ റിമൂവ് ദ C ഫ്രം ജി. നമുക്കറിയാം നമ്മൾ ഈ സാധനം, ഈ ടോട്ടൽ ഗ്രാഫിൽ നിന്ന് ഈ സാധനം C1 റിമൂവ് ചെയ്താലും അതിൻ്റെ ഡിഗ്രി ഈവൻ തന്നെയായിരിക്കും. ബിക്കോസ് ഈ ഒരു ഗ്രാഫിൽ നിന്ന് ഇത് റിമൂവ് ചെയ്ത ബാക്കി ഏതാ ഉള്ളത്, ഇതല്ലേ ഉള്ളത്. ഇതിൻ്റെ ഡിഗ്രി നോക്കിയേ 2 ആണ്. അതിൻ്റെ ഡിഗ്രി എന്താ, ഈവൻ നമ്പർ ആണ് അല്ലേ. പിന്നെന്താ പറയുന്നത്, കണ്ടിന്യൂസ് ദിസ് പ്രോസസ്സ് അണ്ടിൽ നോ എഡ്ജസ് ആർ ലെഫ്റ്റ്. നമ്മളിപ്പോൾ ഓരോ എഡ്ജസ് മാറ്റിയാൽ തന്നെയും ഇത് മാറ്റിയാൽ എന്താ, ഈ 7 ഡിഗ്രി 2 തന്നെ ആയിരിക്കത്തില്ലേ. അതാ പറയുന്നത്, ഈ എല്ലാ എഡ്ജസും റിമൂവ് ചെയ്യുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ഹെൻസ് ആൻ ഓയിലർ ഗ്രാഫ് ക്യാൻ ബി ഡീകമ്പോസ്ഡ് ഇൻ ടു സർക്യൂട്ട്. അങ്ങനെ എന്താ, ഒരു ഓയിലർ ഗ്രാഫിനെ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഡീകമ്പോസ് ചെയ്ത് ഒരു സർക്യൂട്ട് ആക്കാൻ പറ്റും. ഓക്കെ, രണ്ടെണ്ണം വെച്ച് നമ്മൾ സർക്യൂട്ട് ഉണ്ടാക്കിയില്ലേ, അതിനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, 13th ക്വസ്റ്റ്യൻ നോക്കാവേ. റൈറ്റ് ഡൗൺ ദ ഡിജിക്സ്ട്രാസ് അൽഗോരിതം ആൻഡ് യൂസ് ഇറ്റ് ടു ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. നമുക്കിപ്പോൾ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് എന്താ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് യൂസ് ചെയ്ത്, ഡിജിക്സ്ട്രാസ് അൽഗോരിതം യൂസ് ചെയ്ത് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കണം. ഏത് തൊട്ട് ഏത് വരെ, എസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സോഴ്സ് നോഡ് അല്ലെങ്കിൽ സ്റ്റാർട്ട് നോഡ് എന്ന് പറയുന്നത്. അതിന്ന് ടീയിലോട്ട് പോകാനുള്ളതിൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കും. നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും, അങ്ങനെ ഓരോ വേ കണ്ടുപിടിച്ച് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകാൻ പറ്റും, പല വേസ് ഇല്ലേ, അങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൽ ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഡിജിക്സ്ട്രാസ് അൽഗോരിതം യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാം, തന്നിരിക്കുന്ന എല്ലാത്തിൻ്റെയും വെർട്ടീസസ് എടുത്തെഴുതുക. SABCDT എടുത്തെഴുതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ സോഴ്സ് നോഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സോഴ്സ് നോഡിന് 0 എന്നും പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ആൻഡ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ നമുക്കറിയാം. സോ നമ്മൾ 0 കൊടുത്തിട്ട് അതിനെന്താ പെർമനൻറ്റ് ചെയ്തു. ഓക്കെ, പെർമനൻറ്റ് ചെയ്ത് വെച്ചു. ബാക്കി ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ബാക്കിയെല്ലാം ഇൻഫിനിറ്റി കൊടുത്തു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, അതിന് പെർമനൻറ്റ് ചെയ്ത സാധനം അതേപോലെ എടുത്ത് എഴുതുക. പിന്നെ നോക്കിയേ, എസ് എന്ന് ഏതിലോട്ടൊക്കെ പോകുന്നുണ്ട്, എയിലോട്ടും പോകുന്നുണ്ട്, സിയിലോട്ടും പോകുന്നുണ്ട്. എയിലോട്ട് പോകുന്നത് 18 ഉണ്ടാ, 18 കൊടുക്കുക. ബിയിലോട്ട് പോകുന്നില്ല, ഇൻഫിനിറ്റി കൊടുക്കുക. സിയിലോട്ട് പോകുന്നുണ്ട്, 15 ആണ് കൊടുക്കുക. ബാക്കിയൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഇൻഫിനിറ്റി കൊടുക്കുക, ഇല്ലെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഈ നമ്മൾ എടുത്തതിൽ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വാല്യൂവിനെ നമ്മൾ പെർമനൻറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്ക് ഏതാ കിട്ടിയത്, 15 ആണ് കിട്ടിയത്, അത് നമ്മൾ പെർമനൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി ചെയ്യേണ്ട എന്താ, 0 എഴുതി, 15 എഴുതി. പിന്നെന്താ 80 അതേപോലെ എടുത്ത് എഴുതുക. ഇനി 15 വെച്ചാണ് നോക്കേണ്ടത്. ഇനി നമുക്ക് SAC എഴുതിയിട്ടുണ്ട്. ഇനി ബിയിൽ പോകുന്ന നോക്കണം. നമ്മളിപ്പോൾ നേരത്തെ പെർമനൻ്റ് ആക്കി എടുത്ത വാല്യൂ വെച്ചിട്ടാണ് നോക്കുന്നത്, കണ്ടോ. അതിൽ എങ്ങനെ ചെയ്യേണ്ടത്, C എന്ത് ഇതിന്ന് ഏതിലോട്ട് പോകാൻ പറ്റുമെന്ന് അത് നോക്കേണ്ടത്, ബിയിലോട്ട് പോകാൻ പറ്റുമെന്ന്. ഇതൊന്ന് ബിയിലോട്ട് പോകാൻ പറ്റത്തില്ലേ, സിന്ന് ബിയിലോട്ട് പോകാൻ പറ്റും. 14 ആണ് നമുക്കിവിടെ ആൻസർ. നേരത്തെ എത്ര കിട്ടിയ 15 അല്ലേ പെർമനൻ്റ് ആക്കിയത്. ആ 15 + 14 ചെയ്യുമ്പോൾ നമുക്ക് 29 കിട്ടും. അതേപോലെ സിന്ന് ഡിയിലോട്ട് പോകാൻ പറ്റുമോ, സിന്ന് ഡിയിലോട്ട് പോകാൻ 7 ആണ് വരുന്നത്. അപ്പോൾ എന്താ, 15 + 7 ചെയ്യുമ്പോൾ നമുക്ക് 22 കിട്ടും. ഓക്കെ, ബാക്കി സിന്ന് എന്താ ടി പോകാൻ പറ്റത്തില്ല ഡയറക്റ്റ്ലി, സോ ഇൻഫിനിറ്റി കൊടുത്തു. ഇവിടുത്തെ നമുക്ക് നോക്കിയേ, ഇതിൽ 1 2 3 എണ്ണം ഉണ്ട്. അത് മൂന്നിലും പെർമനൻ്റ് ആക്കാത്ത അല്ലെങ്കിൽ എന്താ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ചെറിയ വാല്യൂ ഏതാ, ഇതിൽ 18 അല്ലേ ചെറുത്, അതിനെ നമ്മൾ പെർമനൻ്റ് ആക്കി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഏതൊക്കെ എഴുതണം, 0 18 15 പെർമനൻ്റ് ആക്കുക. ഇനി ഏതാ നോക്കിയാൽ നമുക്ക് ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് പെർമനൻ്റ് ആക്കിയത് 18 ആണ്. അത് വെച്ചാൽ ചെയ്യേണ്ടത്, എ നോക്കുക, എ വെച്ചാൽ ചെയ്യേണ്ടത്. അതിന്ന് എന്ന് നമുക്ക് ബിയിൽ പോകാൻ പറ്റുമോ, പോകാൻ പറ്റും. 18 + 9 എത്രയാണ്, 27. നേരത്തെ കിട്ടിയ വാല്യൂ എത്രയായിരുന്നു, 29 അല്ലേ. അതൊന്നും ചെറുതായതുകൊണ്ട് നമ്മളിവിടെ 27 എഴുതി. ഓക്കെ, ഇനി നോക്ക്, എയിൽ നിന്ന് ഡിയിലോട്ട് പോകാൻ പറ്റുമോ, എന്ന് ഡയറക്റ്റ്ലി ഡിയിലോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ നേരത്തെ എഴുതിയ വാല്യൂ തന്നെ എഴുതി. ഇനി നോക്കിയേ, ഇത് ഇത്ര എഴുതിയതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാ, ഇനി നമുക്ക് പെർമനൻ്റ് ആക്കാനുള്ളത് 27 22 ആണ്. അതിൽ ഷോർട്ടസ്റ്റ് 22 ആയതുകൊണ്ട് പെർമനൻ്റ് ആക്കി. ഇത് ഇൻഫിനിറ്റി കൊടുത്തു, ഇതല്ലാതെ എഴുതി. ഓക്കെ, ഇനി നോക്കി, ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിൽ ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് ഇതാണ്. ഇതിൽ 0 18 15 22 അതേപോലെ എഴുതി. 27 58 ആണ് ഉള്ളത്. ലാസ്റ്റ് പെർമനൻ്റ് ആക്കിയത് 22 ആണ്. ഡി, നമുക്ക് ഡിന്ന് ബിയിൽ പോകാൻ പറ്റുമോ, പോകാൻ പറ്റും. 10 ആണ്. നമ്മളിവിടെ 22 + 10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും,
32 കിട്ടും. അത് വലിയ വാല്യൂ അല്ലേ, പക്ഷേ അതിനെക്കാട്ടും ചെറുതല്ലേ നമുക്ക് നല്ലത് കിട്ടിയ 27 അല്ലേ. ആദ്യം 29 കിട്ടി, നമ്മൾ മാറ്റി ചെറിയ വാല്യൂ എടുത്തു. ഇപ്പം നമുക്ക് ഏതാ കിട്ടിയേ? 32 ആണ് കിട്ടിയത്. അതൊന്നും ചെറുതല്ല 27. സോ നമ്മൾ 27 തന്നെ എഴുതി. പിന്നെ നോക്കിയേ, ഈ ഡിയിൽ നിന്ന് ടിയിലോട്ട് പോകാൻ പറ്റുമോ? പറ്റും. 36 ആണ് വാല്യൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 22 + 36 ചെയ്യുമ്പോൾ നമുക്ക് 58 കിട്ടും. ഓക്കെ, ഈ സ്റ്റെപ്പിൽ 27 58 ഉള്ളത്. ഇതിൽ ചെറുത് ഏതാ? 27. സോ നമ്മൾ 27 പെർമനൻ്റ് ആക്കി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യും. 0 18 27 15 22 ഇത്രയും പെർമനൻ്റ് ആണേ. ഇനി എന്താ ചെയ്യേണ്ടത്? പെർമനൻ്റ് ആക്കിയതാ ബി. ഇത് ബിയിൽ നിന്ന് നമുക്ക് ടിയിലോട്ട് പോകാൻ പറ്റുമോ? പോകാൻ പറ്റും. 28 ആണ് വാല്യൂ. അപ്പോൾ എന്താ? 27 + 28 ചെയ്യുമ്പോൾ 55 കിട്ടും. നോക്കിയേ, ഇതിൽ രണ്ടിലും നമ്മൾ ആദ്യം ചെയ്തപ്പോൾ നമുക്ക് 58 ആണ് കിട്ടിയത്. അതിൽ നിന്നും മിനിമൽ വാല്യൂ 55 ആയതുകൊണ്ട് നമ്മൾ സ്മോളസ്റ്റ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ പെർമനൻ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ഇപ്പോൾ എന്താ നമ്മുടെ പാത്ത് കിട്ടി. നമുക്ക് നോക്ക്, ഇതിപ്പോൾ നമ്മൾ ചെയ്തെങ്ങനെയാണ്? ഈ ബിയിൽ വന്നിട്ടല്ലേ ടി പോയത്. 55 കിട്ടുന്ന വാല്യൂ എങ്ങനെയാണ്? SABT ചെയ്യുമ്പോൾ 18 + 9 + 28 എന്ന് പറയുന്നത് 55 എന്ന് കിട്ടും. താഴത്തെ എടുത്താൽ 58 ആവും. അതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ ഈ മുകളിലൂടെ ഉള്ള പാത്ത് ഇതാണ് നമ്മുടെ ഷോർട്ടസ്റ്റ് പാത്ത്. ഓക്കെ, അപ്പോൾ എന്താ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് = 55. പാത്ത് ഏതാ? S2 A2 B2 T. ഇത് ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനെ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. ഷോ ദാറ്റ് എ ട്രീ വിത്ത് n വെർട്ടീസസ് ഹാസ് എക്സാക്ട്ലി n-1 എഡ്ജസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. തിയറം എന്താ പറഞ്ഞിരിക്കുന്നത്? ദ തിയറം ഈസ് പ്രൂവ്ഡ് യൂസിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് വെർട്ടീസസ്. നമുക്ക് ഇതിനെ ബേസ് കേസായിട്ട് എന്ത് ചെയ്യും? നമുക്ക് ആദ്യം ഈ n-1 എങ്ങനെ വന്നെന്ന് കണ്ടുപിടിക്കാം. ഫോർ നമുക്ക് n എന്ന് പറയുന്നത് 1 2 3 കൊടുക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് 2 ആണോ നോക്കാം. ഫോർ എ ട്രീ വിത്ത് 1 വെർട്ടീസസ് ഹാസ് 0 എഡ്ജ്. നോക്കിയേ, ഒരു വെർട്ടീസസ് ഉള്ളതിന് എത്ര എഡ്ജ് ഉണ്ട്? 0 എഡ്ജ്. 2 വെർട്ടീസസ് ഉണ്ടെങ്കിലോ 1 എഡ്ജ് കാണും. 3 വെർട്ടീസസ് ഉണ്ടെങ്കിലോ 2 എഡ്ജ് കാണും അല്ലേ. ദാറ്റ്സ് ദ നമ്പർ ഓഫ് എഡ്ജസ് = n-1. n എന്ന് പറയുന്നത് നോക്കിയേ, ഇപ്പോൾ n എന്ന് പറഞ്ഞാൽ 3 ആണെങ്കിൽ -1 ചെയ്ത് അതിൻ്റെ എഡ്ജ് കിട്ടും. എത്ര? 2 എഡ്ജ് കിട്ടിയില്ലേ. അതാണ് ഈ n-1 എഡ്ജ് എന്നുള്ള കാര്യം. ഇനി നമുക്കതിന് എങ്ങനെ പ്രൂവ് ചെയ്യാം? കൺസിഡർ ആ ട്രീ ടി വിത്ത് n വെർട്ടീസസ്. ഒരു ട്രീ ടി ഉണ്ട് വിത്ത് എത്ര വെർട്ടീസസ്? n വെർട്ടീസസ് ഉണ്ട്. ലെറ്റ് EK ബി എ എഡ്ജ് കണക്റ്റിംഗ് വെർട്ടീസസ് VI ആൻഡ് VJ. ഇതാണ് VI, ഇതാണ് VJ. അത് കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജാണ് എന്തൊരു EK എന്ന് പറയുന്നത്. EK ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇത് 2 കമ്പോണൻ്റ് ആയിട്ട് മാറും. EK ഉള്ളത് കൊണ്ടാണ് ഇത് ഒരൊറ്റ കമ്പോണൻ്റായി ടി എന്ന് പറയുന്ന ആയിട്ട് നിൽക്കുന്നത്, ടി ട്രീ. ഓക്കെ, in a tree there is exactly one path between every pair of vertices. In a tree there is one pair of vertices connecting one path. കണ്ട, ഒരു പെയർ ഓഫ് വെർട്ടിക്സ് ഉണ്ട്, അത് കണക്ട് ചെയ്യുന്ന ഒരു പാത്തും ഉണ്ട്. ഓക്കെ, സോ റിമൂവിങ് EK ഡിസ്കണക്ട് ദ ട്രീ ഇൻറ്റു 2 കമ്പോണൻറ്റ്. EK റിമൂവ് ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ 2 കമ്പോണൻസ് ആയി മാറും. ഓക്കെ, നമുക്കപ്പോൾ ആ കമ്പോണൻസിനെ EK നമ്മൾ റിമൂവ് ചെയ്ത് ആദ്യത്തെ കമ്പോണൻറ്റിനെ നമ്മൾ T1 എന്നെടുത്തു, രണ്ടാമത്തെ കമ്പോണൻറ്റിനെ നമ്മൾ T2 എന്നും പറഞ്ഞെടുത്തു. ഓക്കെ, നമുക്കറിയാം T എന്ന് പറയുന്ന ട്രീയുടെ വെർട്ടീസസുകളുടെ എണ്ണം n അല്ലേ. ഇതിപ്പോൾ 2 കമ്പോണൻ്റ് ആയില്ലേ, T1ഉം T2. അപ്പോൾ T1 കമ്പോണൻറ്റ് വെർട്ടീസസിൻ്റെ എണ്ണം എന്തായിരിക്കും? n1. ഇതിൻ്റെ എന്തായിരിക്കും? T2ൻ്റെ എന്തായിരിക്കും? n2. അതാണ് എഴുതിയിരിക്കുന്നത്. n1 വെർട്ടീസസ് ഇൻ T1 ആൻഡ് n2 വെർട്ടീസസ് ഇൻ T2. ദസ് n1 + n2 എന്ന് പറയുന്നത് ഒറ്റ ഇതാണെന്ന് പറയാൻ പറ്റില്ലേ, 1 എന്ന് പറയാൻ പറ്റത്തില്ലേ. ഓക്കെ, ബൈ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് നമുക്ക് എന്തോ പറയാൻ പറ്റും? നമ്മൾ നേരത്തെ നോക്കിയില്ലേ, നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണ്? n-1 അല്ലേ. അപ്പോൾ ഈ T1ൻ്റെ നമ്പർ ഓഫ് എഡ്ജസ് എത്രയായിരിക്കും? T1ൻ്റെ വെർട്ടീസസിലെ എണ്ണത്തിന് നമ്മൾ n1 എന്ന് റെപ്രസെൻറ്റ് ചെയ്ത്. അപ്പോൾ T1 ഹാസ് n1 - 1 എഡ്ജസ്. ഇതിനെന്താ? T2ന് എന്തായിരിക്കും? n2 - 1 എഡ്ജസ്. കണ്ട, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ എഡ്ജസ് ആഫ്റ്റർ റിമൂവിങ് EK എങ്ങനെ എഴുതാൻ പറ്റും? T1ൻ്റെത് + T2ൻ്റെത്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? n1 - 1 + n2 - 1 ഈക്വൽ ടു എന്തോ കിട്ടും?
n-2 എഡ്ജസ് ആൻഡ് n വെർട്ടീസസ് എന്നും പറഞ്ഞ് കിട്ടും. പിന്നെന്താ, ആഡിങ് ദ റിമൂവ്ഡ് എഡ്ജ് ഇക്ക്. ഈ ഇക്ക് ഇല്ലാത്തപ്പോൾ ഉള്ള കണ്ടീഷനാണ് ഇത്. ഇക്ക് ഉണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും? ടോട്ടൽ എത്ര ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താലുള്ള n-2 എന്ന് പറയുന്നതാണ് ഈ രണ്ട് കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് വെർട്ടീസസിൻ്റെ എണ്ണം. അത് പ്ലസ് ഒരു ഇത് കണക്ട് ചെയ്യുമ്പോൾ 1 എന്നറിയാം. ആ 1 = എത്ര കിട്ടും? n-1 എഡ്ജസ് എന്നും പറഞ്ഞ് കിട്ടും. Hence a tree with n vertices has n-1 edges. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാതെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കെന്ന് വെച്ചാൽ, ഡിഫൈൻ കട്ട് സെറ്റ്, പ്രൂവ് ദാറ്റ് എവറി സർക്യൂട്ട് ഇൻ ജി ഹാസ് an even number of edges in common with any cut set. ഓക്കെ, ഫസ്റ്റ്ലി കട്ട് സെറ്റ് എന്ന് വെച്ചാൽ എന്താ? സെറ്റ് ഓഫ് എഡ്ജസ് ഹൂസ് റിമൂവൽ ഡിസ്കണക്ട്സ് ദ ഗ്രാഫ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ഗ്രാഫുണ്ട്, ഒരു കണക്റ്റഡ് ഗ്രാഫുണ്ട്. ഇപ്പോൾ എന്താ, രണ്ട് കമ്പോണൻ്റ് ഉണ്ട്, V1 എന്ന് പറയുന്ന കമ്പോണൻറ്റും V2 എന്ന് പറയുന്ന കമ്പോണൻറ്റും ഉണ്ടെന്ന് വെച്ചാൽ അത് കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, അതിൽ ആ എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്ത് അത് രണ്ട് കമ്പോണൻ്റ് ആകത്തില്ലേ, ആ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവത്തില്ലേ, അതിനെയാണ് കട്ട് സെറ്റ് എന്ന് പറയുന്നത്. ഒരു ഗ്രാഫിനെ കട്ട് ചെയ്ത് V1 V2 ആക്കി രണ്ട് കമ്പോണൻസ് ആക്കി മാറ്റുന്നതിന് പറയുന്ന പേരാണ് കട്ട് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊവൈഡ് ദ റിമൂവൽ ഓഫ് നോ പ്രോപ്പർ സബ്സെറ്റ് ദീസ് എഡ്ജസ് ഡിസ്കണക്ട്സ് ദ ഗ്രാഫിന് ഡിസ്കണക്ട് ചെയ്യും. മാത്രമല്ല കട്ട് സെറ്റ് നമുക്ക് കോസൈക്കിൾ എന്നും പറയാൻ പറ്റുമേ. പിന്നെന്താ, എവറി സർക്യൂട്ട് ഇൻ എ ഗ്രാഫ് G ഹാസ് ഈവൻ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ കോമൺ വിത്ത് എനി കട്ട് സെറ്റ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഗ്രാഫിൽ രണ്ട് സർക്യൂട്ട്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൽ എത്ര എഡ്ജസ് കാണുമെന്നാണ് പറയുന്നത്, എങ്ങനത്തെ എഡ്ജസ് കാണുമെന്നാണ് പറയുന്നത്? ഈവൻ നമ്പർ ഓഫ് എഡ്ജസ് കാണുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്ക്, ഇവിടെ 4 എണ്ണമില്ലേ, ഇപ്പം ഈവൻ നമ്പർ അല്ലേ. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് ഈവൻ നമ്പർ ഓഫ് എഡ്ജസ് കാണുമെന്നാണ് നമ്മുടെ തിയറം പറയുന്നത്. അത് നമുക്ക് പ്രൂഫ് എന്താ പറയുന്നത്? കൺസിഡർ എ കട്ട് സെറ്റ് എസ് ഇൻ ഗ്രാഫ് ജി എന്ന് പറയുന്ന ഗ്രാഫിൽ എസ് എന്ന് പറയുന്ന ഒരു കട്ട് സെറ്റിനെ അസ്യൂം ചെയ്യുക. പിന്നെന്താ, റിമൂവൽ ഓഫ് എസ് പാർട്ടീഷൻസ് ദ വെർട്ടീസസ് ഓഫ് ജി ഇൻടു 2 ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് V1 ആൻഡ് V2. എസ് വെച്ച് കട്ട് സെറ്റായിട്ട് അത് വന്നാൽ രണ്ട് കമ്പോണൻ്റ് ഏത്, V1 എന്ന് പറയുന്നത് V2 എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് ടി ബി എ സർക്യൂട്ട് ഇൻ ജിയിലൊരു സർക്യൂട്ട് ആവട്ടെ ടി എന്ന് പറയുന്നത്. കേസ് 1 പറയുന്നത് തന്നിരിക്കുന്ന ടി എന്ന് പറയുന്ന സർക്യൂട്ടിൻ്റെ വെർട്ടീസസ് എല്ലാം ഒന്നീ V1 അല്ലെങ്കിൽ V2 ആണെങ്കിൽ അതിന് കട്ട് സെറ്റിനെ ക്രോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോമൺ എഡ്ജസ് ഏതായിരിക്കും എന്ന് വെച്ചാൽ, ഇപ്പോൾ V1 ആണ് എടുത്തതെന്ന് വെച്ചാൽ V1 V2 ഉണ്ട്, ഇതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ V1 V2 ഉള്ളതും എസ്സിലും ഉള്ളതും ഏതൊക്കെയാണ്? ഇപ്പോൾ 4 ഇല്ലേ, 4 എഡ്ജസ് ഇല്ലേ. പക്ഷേ ഉള്ള എല്ലാ വെർട്ടീസസും ഒന്നീ V1 അല്ലെങ്കിൽ V2 ഇവിടെ കട്ട് സെറ്റ് വരത്തില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് എഡ്ജസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഫസ്റ്റ് കേസ് 1 പറയുന്നത്. നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് എസ് ഇൻ്റർസെക്ഷൻ ടി. എസ്സിലും ടിയിലും ഉള്ളതിൻ്റെ കോമൺ ആയിട്ടുള്ളതാണ് പറയുന്നത്. ഇവിടെ കോമൺ ആയിട്ട് വല്ലതും ഉണ്ടോ? ഇവിടെ 4 എണ്ണം ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇത് V1 നമ്പർ ഓഫ് വെർട്ടീസസ് എല്ലാം V1 അല്ലെങ്കിൽ V2 കട്ട് സെറ്റ് കാണത്തില്ല, എല്ലാം ഒറ്റ സാധനത്തിൻ്റെ അകത്ത് ഒതുങ്ങും. അപ്പോൾ അവിടെ കോമൺ എഡ്ജസ് ഒന്നും കാണത്തില്ല. അതുകൊണ്ട് എന്തായിരിക്കും? ഇത് 0 ആയിരിക്കും, വിച്ച് ഈസ് എൻ ഈവൻ നമ്പർ. കേസ് 2 പറയുന്നത് ഇഫ് ദ സർക്യൂട്ട് ഗോസ് ഫ്രം V1 to V2 ആണെന്നുണ്ടെങ്കിൽ, V1 V2 പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് കം ബാക്ക്. എന്തിനാ? ആ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി V1 V2 പോയാൽ തിരിച്ച് എന്തായാലും V1 തിരിച്ച് വരണം. അപ്പം ക്രോസിങ് ഹാപ്പൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ അതൊരു ഈവൻ നമ്പറും ആയിരിക്കണം. എന്ന് വെച്ചാൽ V1 V2 പോയി, എന്നാൽ തിരിച്ച് V1 വന്നാൽ മാത്രമേ ആ ലൂപ്പ് കംപ്ലീറ്റ് ആവത്തുള്ളൂ അല്ലേ. V1 പോയിട്ട് V2 വന്ന്, പിന്നെ V1 എങ്ങോട്ട് പോയി? V2 പോയി, പിന്നെ എങ്ങനെയാണ് V2 പോയി V1 വന്നു. ഇവിടെ എത്ര എണ്ണം നടക്കുന്നുണ്ട്? 4 ടൈംസ് ഇവിടെ നടക്കുന്നുണ്ട്, ലൂപ്പ് നടക്കുന്നുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ ഇതെങ്ങനെ പോകുന്നത്? V1 V2, പിന്നെന്താ V2 V1, V1 V2, V2 V1 അങ്ങനെ പോകുന്നുണ്ട്. ഇറ്റ് മസ്റ്റ് കം ബാക്ക് എഗെയിൻ ടു കംപ്ലീറ്റ് ദ ക്ലോസ്ഡ് പാത്ത്. ഈ ക്ലോസ്ഡ് പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അത് പിന്നും കം ബാക്ക് ചെയ്യണം. V1 V2 പോയാൽ തിരിച്ച് V1 തന്നെ വരണം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രോസിങ് എങ്ങനെ ഇരിക്കും? നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്പർ ഓഫ് വെർട്ടീസ് കുറവായിരുന്നു എങ്കിൽ V1 V2 പോയിട്ട് V2 V1 വന്നിട്ട് ഈ സാധനം നിർത്താം.
ഒരു ലൂപ്പാവും, ക്ലോസ്ഡ് പാത്താവും. ഇവിടെ ഇപ്പം കുറേ ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര 4 തവണ പോകേണ്ടി വരുന്നു. അങ്ങനെ 2, 4, 6, 8 അങ്ങനെ ഈവൻ നമ്പറിലായിരിക്കും നടക്കുന്നത്. ഒരു തവണ അങ്ങോട്ട് പോയാൽ തിരിച്ചിങ്ങോട്ട് വരണ്ടേ, അപ്പോൾ അത് ഈവൻ നമ്പറിലല്ലേ നടക്കൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്തുവാ? A circuit is closed path, so every time it enters the other side, it must come back. ഇവിടെ നിന്നിപ്പോൾ ഒരു ക്ലോസ്ഡ് പാത്ത് ആയതുകൊണ്ട് വേറൊരു സൈഡിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് തിരിച്ചെന്തായാലും ഈ സൈഡിലോട്ട് കം ബാക്ക് ചെയ്തിരിക്കണം. ഇതാണ് എൻ്റെ കോൺസെപ്റ്റ്. ഹെൻസ് എന്താ, എഡ്ജസ് കോമൺ വിത്ത് ദ കട്ട്സ് അറ്റ് ഒക്കോസ് പെയറായിട്ടല്ല അത് ഒക്കോറ ചെയ്യുന്നേ. ആൻഡ് ദ നമ്പർ ഓഫ് എഡ്ജസ് കോമൺ ടു എസ് ആൻഡ് ടി എന്തായിരിക്കും? ഈവൻ നമ്പറും ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എന്താ, ഈവൻ നമ്പർ ആണെന്നുള്ള കണ്ടീഷനും കോമൺ എഡ്ജസ് കാണുമെന്നുള്ള കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്തില്ലേ? ഓക്കെ, ഇത്രേ ഉള്ളേ. സീന്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദ ഫോളോയിങ് ഗ്രാഫ് ഇൻസിഡൻറ്റ് മെട്രിക്സ്, അഡ്ജസൻസി മെട്രിക്സ്, പാത്ത് മെട്രിക്സ് ഏതൊക്കെ തന്നേക്കുന്നത്? V1 to എങ്ങോട്ട് പോകണമെന്ന് പറയുന്നത്? V4 വരെ ഉള്ളത്. പിന്നെന്താ, സർക്യൂട്ട് മെട്രിക്സ്. ഇത്രയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്നതിൻ്റെ വെർട്ടിക്സസ് എടുത്തെഴുതണം. V1, V2, V3, V4, V5 ആൻഡ് V6 അത്രയും വെർട്ടിക്സ് എടുത്തെഴുതി. ഇനി അതിൻ്റെ എന്താ, എഡ്ജസ് എടുത്തെഴുതും. എ എന്ന് പറയുന്ന എഡ്ജ് നോക്കിയും V4 V6 ബി ആണെങ്കിലോ V4 V6 തന്നെയാണ്. ഇതെന്താ, ഒരു പാരലൽ എഡ്ജസ് അല്ലേ, അതുകൊണ്ട് അങ്ങനെ കൊടുത്തു. പിന്നെ സീൻ്റെ എന്ത് ചെയ്യും? V4 V5, ഡീൻ്റെത് V1 V5 അങ്ങനെ ഓരോന്ന് എടുത്തെഴുതുക. ആദ്യം നമുക്ക് ഇൻസിഡൻസ് മെട്രിക്സ് നോക്കാം. അതിലെങ്ങനെ ചെയ്യേണ്ടത്? നമ്മൾ വെർട്ടീസുകളെ റോ ആയിട്ട്, ഇതൊരു റോ, ഇത് രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോ, അങ്ങനെ റോ ആയിട്ട് നമ്മൾ എന്താ വെർട്ടീസസിനെ കൊടുക്കുന്നു. കോളമായിട്ട്, ഓരോ കോളംസ് ആയിട്ട് ABCD എന്താ എഡ്ജസിനെ കൊടുക്കുന്നു. ഇനി നോക്കേണ്ട എന്താ, വെർട്ടീസ് നോക്കിയേ. V1 എന്ന് ഏതൊക്കെ വെർട്ടീസിലോട്ട് പോകുന്നുണ്ട്? V2 V5. അതിൻ്റെ എഡ്ജ് ഏതൊക്കെയാണ്? Fഉം D. Fന് 1 കൊടുക്കുക, Dക്ക് 1 കൊടുക്കുക. V2 നോക്കിയേ, ഇതൊന്ന് ഏതൊക്കെ പോകുന്നുണ്ട്? V3, V1, V4. എഡ്ജസ് ഏതൊക്കെയാണ്? H, F, E, G ഇതിലോട്ടും പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താ, E, F, G, H 4 കൊടുത്തിട്ടുണ്ട്. V3 നോക്കിയേ, H കൊടുത്ത്. V4 A, B, E, C. A, B, E, C എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാത്തിൻ്റെയും കൊടുക്കുക. അഡ്ജസൻസി മെട്രിക്സ് എന്തുവാ? തന്നിരിക്കുന്ന എന്താ വെർട്ടീസസുകളെയാണ്, ഓർഡർ ഓഫ് വെർട്ടീസസുകളെയാണ് എടുത്ത് എഴുതേണ്ടത്. മുകളിലും റോയിലും കോളം ബേസിസിലും വെർട്ടീസുകളിൽ എടുത്ത് എഴുതുക. V1 ഏതൊക്കെ വെർട്ടീസിലോട്ട് പോകുന്നുണ്ട്? V2 V5. V2 മാർക്ക് ചെയ്യുക, V5 മാർക്ക് ചെയ്യുക. അടുത്തപോലെ V2 എന്താ? V3, V4, V5, V1 4 ഉണ്ട്. V1, V3, V4, V5 അതാണ് എല്ലാ വെർട്ടീസസിലോട്ട്. ഇപ്പം ഏതാ, വേറെ ഏതാ നോക്കാം. പിന്നെ വരുന്നത് V3 നോക്കിയേ, V2 വരുന്നുണ്ട്. V4 നോക്കിയേ, V6 പോകുന്നുണ്ട്, V2 പോകുന്നുണ്ട്, V5 പോകുന്നുണ്ട്. V2, V5, V6 ചിലതിലൊക്കെ ഈ പാരലൽ ലൂപ്സ് ആയതുകൊണ്ട് 2 എന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 1 കൊടുക്കാവുന്ന പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ 1 ഇട്ട് എഴുതിയാൽ മതിയേ. 2 അപ്പിയേഴ്സ് ബിക്കോസ് ദർ ആർ 2 പാരലൽ എഡ്ജസ് ആൻഡ് A and B ബിറ്റ്വീൻ V4 and V6 ഇങ്ങനെ ചില ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ V1 എന്ന വാല്യൂ കൊടുത്താൽ മതി. ഓക്കെ, പിന്നെന്താ, പാത്ത് മെട്രിക്സാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന പാത്ത് ഏതൊക്കെയാണ്? V1 V4. അപ്പോൾ നോക്കിയേ, V1 എന്ന V4 എങ്ങനെയൊക്കെ പോകാൻ പറ്റും? V1 V2 V4, V1 V5 V4 എന്ന് പോകാൻ പറ്റും. V1 V2 V5 V4 എന്ന് പോകാൻ പറ്റും. പിന്നെ അങ്ങനെ V1 V5 V2 V4 ഇങ്ങനെ 4 വേസിൽ പോകാൻ പറ്റും. ആ 4 വേസും എടുത്തെഴുതുക. എഡ്ജസിൻ്റെ ഓർഡേഴ്സും എടുത്തെഴുതുക. നമ്മൾക്കിവിടെ എത്ര പാത്തുണ്ട്? 4 പാത്തുണ്ട്. സോ പാത്തെന്ന് കൊടുത്തിട്ട് P1, P2, P3, P4 4 പാത്തും എടുത്തെഴുതുക. നമ്പർ ഓഫ് എഡ്ജസിൻ്റെ എന്താ, എഡ്ജസിൻ്റെ ഓർഡറിന് അതേപോലെ എടുത്തെഴുതുക. ഇനി P1 നോക്കിയേ, ഏതാ പാത്ത്? V1, V2, V4. നമുക്ക് V1 V2 പോകുന്നുണ്ട്, V4 പോകുന്നുണ്ട്. Fഉം Eയും എഡ്ജസ് Fഉം E ആണ്. അതിനെ അങ്ങ് 1 കൊടുക്കണം. അടുത്തത് P2 എന്താ? V1, V5, V4. ഓക്കെ, V1, V5, V4 Dയും Cയും എഡ്ജസ് എന്താ? Dയും Cയും ആണ്. Dക്കും Cക്കും 1 കൊടുക്കുക. അങ്ങനെ ഓരോന്നും 1 കൊടുത്താൽ മതിയേ. അടുത്തെന്താ? സർക്യൂട്ട് മെട്രിക്സ്. നമുക്ക് ഈ ഗ്രാഫിൽ എത്ര സർക്യൂട്ട് കാണാൻ പറ്റും? V1, V2, V5, V1. V1 തുടങ്ങി V1 തന്നെ എൻഡ് ചെയ്തതാണ് എന്നെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അടുത്ത ഏതുണ്ട്? V2, V5, V4, V2
രണ്ടാമത്തെ സർക്യൂട്ട് V4 V6 V4 അതൊരു സർക്യൂട്ട്. പിന്നെ എന്തുണ്ട് V1 V2 V4 V5 V1 ഇതൊരു സർക്യൂട്ട്, 4 ഉണ്ട്. അതിന് എന്താ സർക്യൂട്ട് എന്ന് കൊടുത്ത് C1 C2 C3 C4 കാര്യം 4 സർക്യൂട്ട് നമ്മൾ കണ്ടുപിടിച്ച്. ബാക്കി എഡ്ജസ് അതേപോലെ കൊടുക്കുക. C1 നോക്കിയേ V1 V2 V5 V1 V1 V2 V5 V1 F G D ആണ് ഉള്ളത്. അതിൻ്റെ എഡ്ജസ് F G D അത് കൊടുക്കണം. അടുത്ത ഏതാ ഉള്ളത് V2 V4 V5 V2 G E C ആണ്. GEC അത് കണക്ക് എല്ലാ 4 കൊടുക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ഇങ്ങനെയല്ല എഴുതിയത്, ഇതിലൊരു ചേഞ്ച് ഉണ്ട്. നമുക്കിവിടെ ഇൻസിഡൻസ് മെട്രിക്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതേണ്ട. എക്സാമ്പിൾ നോക്കിയേ, ഇങ്ങനെ കൊടുത്തേക്കുന്നുണ്ടോ, ഇതേ കണക്ക് എഴുതണം. ഇങ്ങനെ വരച്ച് എഴുതല്ലേ, ഇങ്ങനെ മെട്രിക്സ് ആയിട്ട് കൊടുക്കണം കേട്ടോ. ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു ടൈപ്പ് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പിന്നെന്താ ഇതിലെങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ V1 V2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെർട്ടീസാണ്. ഇതിലെ വെർട്ടീസാണ് V1 V2. ഇതിലെ വെർട്ടീസ് ഏതൊക്കെയാണ് SACB അങ്ങനത്തെയാണ് വെർട്ടീസ്. അതുകൊണ്ട് ഇവിടെ അത് കൊടുത്തു. ഇവിടെ എന്താ ABCD ആണ് അതിൻ്റെ എഡ്ജസ്. ഇവിടെ എഡ്ജസ് എന്താ 15 18 അതൊക്കെ. അത് നമ്മളിതാ ഇവിടെ കൊടുത്തു. എന്നാൽ മെട്രിക്സ് കണക്കങ്ങ് എഴുതിയാൽ മതി, വേറെ ഒരു ചേഞ്ചസും ഇല്ല. ഇതേ കണക്ക് തന്നെയാണ് മെട്രിക്സ് കണക്കങ്ങ് എഴുതിയാൽ മതി. ബിക്കോസ് ഇൻസിഡൻറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെട്രിക്സ് ഫോർമാറ്റിലല്ലേ എഴുതേണ്ടത്. സോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാത്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ആൻഡ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.